എപ്പോഴും ദൈവാനുഗ്രഹം ഉണ്ടാകണം എന്നോർത്തുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുന്ന ഒരാളാണ്. മാത്തമാറ്റിക്സ് ആണ് എൻ്റെ വിഷയം. ചെറുപ്പത്തൊട്ട് തന്നെ മാത്തമാറ്റിക്സിനോട് വലിയ താല്പര്യം. 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലുമാണ് ഫോർമുല പഠിക്കാൻ തുടങ്ങിയത്. ഇപ്പം എനിക്കറിയില്ല ഏത് ക്ലാസ്സിലാണ് തുടങ്ങുന്നത്. അന്ന് മാത്തമാറ്റിക്സ് ക്ലാസ്സിലെ അധ്യാപകൻ എന്നോടൊരു കാര്യം പറഞ്ഞു. ഫോർമുല പഠിക്കണമെങ്കിൽ പഠന സമയത്ത് മാത്രം പഠിച്ചാൽ പോരാ, നീ കടയിൽ പോകുമ്പോൾ വഴിയേ പോകുന്ന അവസരത്തിൽ നിങ്ങൾ ഫോർമുല ഓർക്കണം. നീ വെറുതെ ഇരിക്കുന്ന അവസരത്തിൽ ഫോർമുല ഓർക്കണം. എല്ലാ സമയത്തും നീ ഫോർമുല ഓർത്തുകൊണ്ട് നടന്നാൽ പിറ്റേ ദിവസം നിനക്ക് സ്കൂളിൽ വരുന്ന അവസരത്തിൽ ബുദ്ധിമുട്ടുണ്ടാവില്ല. അന്ന് തുടങ്ങിയതാണ് വേറൊരു കാര്യം. നടക്കുന്ന വഴിയിലെല്ലാം പ്രാർത്ഥിക്കുക എന്നുള്ളത്, ഈശോയെ പ്രാർത്ഥിക്കുക എന്നുള്ളത്. എന്തുകൊണ്ട് ഫോർമുല പഠിക്കണമെങ്കിൽ, സർവസമയം ഓർക്കാമെങ്കിൽ ഫോർമുല പഠിക്കാത്ത സമയത്തും പഠിക്കുന്ന സമയത്തും എന്തുകൊണ്ട് പ്രാർത്ഥിച്ചുകൂടാ എന്ന് സ്വയം ചോദിച്ചുകൊണ്ട് അന്ന് തുടങ്ങിയതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും പ്രാർത്ഥനയുടെ മഹത്വം അത് വിശുദ്ധിയുടെ പാതയാണ്. അത് തീർച്ചയായിട്ടും നമ്മയിലേക്ക് നയിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതെന്നും ഞാൻ പറയുന്നതാണ്. ഇന്നലകളിൽ പറഞ്ഞതാണ്, ഇന്ന് ഞാൻ പറയും, നാളുകളിൽ ഞാൻ പറയും. ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അത് സ്വഭാവത്തിന്റെ ഭാഗമാണ്, അറിയാതെ വന്നു ചേർന്നതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ വിശ്വാസത്തിന്റെ കാര്യത്തിൽ, ദൈവത്തിന്റെ കാര്യത്തിൽ എൻ്റെ ഗുരുവിൽ നിന്ന് ഞാൻ വേറൊരു കാര്യം പഠിച്ചു. അദ്ദേഹം പറഞ്ഞു, ദൈവവിശ്വാസികൾ പരസ്പരം ബഹുമാനിക്കണം, സ്നേഹിക്കണം. അത് ദൈവാരാധനയാണ്. മറ്റൊരു കാര്യം അദ്ദേഹം പറഞ്ഞു, ഒരിക്കലും ഒരു മതത്തിലും ആചാര്യന്മാർ വെറുതെ ഉണ്ടാവില്ല. അത് ദൈവനിശ്ചയാണ്. അവരിൽ തിന്മകളുണ്ടാവും, ഒരു മനുഷ്യനാണ്. പക്ഷെ അവരില് ദൈവത്തിന്റെ അനുഗ്രഹമുണ്ടാകും. അതുകൊണ്ട് നീ അവരുടെ അനുഗ്രഹം തേടണം. അത് തീർച്ചയായിട്ടും ദൈവത്തിന്റെ അനുഗ്രഹമായിട്ട് മാറും. നമുക്കെല്ലാവർക്കും ബഹുമാനിച്ചുകൊണ്ട്, സ്നേഹിച്ചുകൊണ്ട്, ഫോർമുല പഠിക്കുന്നത് പോലെ പ്രാർത്ഥിച്ചുകൊണ്ട്, എല്ലാ നിമിഷങ്ങളിലും പ്രാർത്ഥിച്ചുകൊണ്ട്, നടക്കുന്ന അവസരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട്, വെറുതെ ഇരിക്കുന്ന അവസരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. 8ാം ക്ലാസ്സിലെ സോമൻ സാർ പറഞ്ഞു തന്ന മാത്തമാറ്റിക്സുമായിട്ടുള്ള ഒരു കാര്യം എൻ്റെ ജീവിതത്തിലെ ആധ്യാത്മികതയുടെ ഭാഗമായി ആ ഫോർമുല പഠിക്കുന്ന രീതി ഞാൻ എന്നും തുടരുകയാണ്. അത് ദൈവത്തോടൊപ്പമാണ്.